അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ചില റിപ്പോർട്ടേഴ്സ് ലൈവിൽ വരികയാണ്. അപ്പോൾ റിപ്പോർട്ടേഴ്സ് ലൈവ്. അപ്പോൾ വേണു ബാലകൃഷ്ണൻ, നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് ആഗതമായി. അപ്പോൾ വേണു, ഒരു പക്ഷേ നമുക്കൊക്കെ ജോലി കൂടുന്ന സമയമാണ്. കക്ഷി രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല, നമുക്ക് ഒരുപാട് പണി കൂടും. അവർ മനസ്സിൽ കാണും, നമ്മൾ മാനത്ത് കാണണം, നമ്മൾ അവർക്ക് ഒരു ചൂടെ മുന്നേ നടക്കണം, അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. വേണുവിന് ഈ തെരഞ്ഞെടുപ്പ് കാലം, ഒരുപാട് തെരഞ്ഞെടുപ്പ് കാലം കൊണ്ട ഒരു അവതാരകനാണല്ലോ. അപ്പോൾ ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഏത് സമയവും തീയതി പ്രഖ്യാപിക്കും. ആ ഒരു സമയത്ത് വേണു എന്നുള്ള അവതാരകൻ്റെ ഉള്ളിൽ തിളയ്ക്കുന്ന കടൽ എങ്ങനെയാണ്? ന്യൂസ് ചാനലുകളെ സംബന്ധിച്ച് ആളുകൾക്ക് ഏറ്റവും താല്പര്യമുണ്ടാകുന്നൊരു കാലമാണ്. അതിൽ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്കൊരു ദിശ നൽകുന്ന ഇടപെടൽ ന്യൂസ് ചാനലുകൾക്ക് അങ്ങോട്ട് നടത്താൻ കഴിയുന്നൊരു ഘട്ടവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള സമയമെന്ന് പറയുന്നത് ജനങ്ങളും ഈ പറയുന്ന ചാനലുകളുമെല്ലാം ഒരേപോലെ തന്നെ ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന ഒരു അന്തരീക്ഷം. ഓക്കെ, എന്തായാലും നല്ല സമയം വരാൻ പോകുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒരുക്കങ്ങൾക്ക് എല്ലാവരും തുടക്കമിട്ട് കഴിഞ്ഞു. കൊല്ലത്ത് RSP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. പ്രേമചന്ദ്രനാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത്. കൗണ്ടറായിട്ട് വരുന്നത് മുകേഷാണോ എന്നിനി സംശയം മാത്രമേ ബാക്കിയുള്ളൂ. അതുപോലെ ലീഗിൻ്റെ ആവശ്യം, ഒരു 3ാം സീറ്റ് വേണമെന്നുള്ള ആവശ്യം. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് അത് അന്തിമമായി കോൺഗ്രസിന് അങ്ങനെ ഒരു വിജയകുമാർ അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. ഷഫീദ് റാവുത്തറുണ്ട് നമുക്കൊപ്പം. ഷഫീദ്, ഗുഡ് ഈവനിങ്. പറയൂ ഷഫീദ്. വെരി ഗുഡ് ഈവനിങ് എസ്കേൻ, വെരി ഗുഡ് ഈവനിങ്. ഞാൻ ചോദിച്ചില്ല സ്ഥാനാർത്ഥി കാര്യങ്ങൾ, മുന്നണികളുടെ രാഷ്ട്രീയം, പൊതു ഇലക്ഷനിലേക്ക് വരുന്ന നീക്കങ്ങൾ, സ്ഥാനാർത്ഥികളുടെ പറയൂ. എസ്കേൻ, മുന്നണികളെ സംബന്ധിച്ചും അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചും വളരെ തിരക്കുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് വളരെ ചടുലമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. അതിൽ നമുക്കറിയാം LDFനെ സംബന്ധിച്ച് LDF അവരുടെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. LDFനെ സംബന്ധിച്ച് 15 സീറ്റിൽ CPIM, 4 സീറ്റിൽ CPI, 1 സീറ്റിൽ കേരള കോൺഗ്രസ് ആ സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് കടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് CPIMനെ സംബന്ധിച്ച് CPIM ചില നിർണായക നീക്കങ്ങൾ നടത്തുന്നു. പ്രത്യേകിച്ച് ആലത്തൂരിൽ മന്ത്രി K രാധാകൃഷ്ണൻ മത്സരിക്കുന്നു. മാത്രമല്ല അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ മത്സരിക്കുന്നുണ്ട്, MLA മാർ മത്സരിക്കുന്നുണ്ട്, ജില്ലാ സെക്രട്ടറിമാർ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ പുതുമുഖങ്ങളെയും അതേപോലെ തന്നെ പരിചയസമ്പന്നരായ നേതാക്കളെയും ഒരേപോലെ മത്സരത്തിനിറക്കി. വടകരയിൽ KK ശൈലജ ടീച്ചറിന്റെ പേര് ഉയർന്നു വരുന്നു. കണ്ണൂരിൽ MV ജയരാജൻ വരുന്നു. കൊല്ലത്ത് M മുകേഷ് MLA പേര്, ആറ്റിങ്ങലിൽ V ജോയ്, അങ്ങനെ വളരെ സീനിയർ ക്ലാസ് ആയിട്ടുള്ള നേതാക്കളെ മത്സരരംഗത്ത് ഇറക്കുന്നു. അതേസമയം മലപ്പുറത്തടക്കം VP സാനു, അതേപോലെ തന്നെ V വസീഫ് അടക്കമുള്ള ആളുകൾ പൊന്നാനിയിലേക്ക് വരും എന്നുള്ള ധാരണകളൊക്കെ വരുന്നു. അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളെയും അഡ്രസ്സ് ചെയ്യുന്ന ഒരു സീറ്റ് സ്ഥാനാർത്ഥി നിർണ്ണയം, അതാണ് CPM ലക്ഷ്യം വയ്ക്കുന്നത്. പരമാവധി സീറ്റ് പിടിക്കുക എന്നുള്ളത് CPMനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം CPMനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇടത് പാർട്ടികളെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാണുന്നത് കേരളമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി കോൺഗ്രസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ എസ്കേൻ, കോൺഗ്രസിന് ഒരു വലിയ പ്രതിസന്ധി കാലമാണ്. കാരണം മുസ്ലിം ലീഗ് ഒരു 3ാം സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ചർച്ച എങ്ങുമെങ്ങും എത്തിയിട്ടില്ല. മാത്രമല്ല ഒരു 3ാമത്തെ സീറ്റ് അവർക്ക് കൊടുക്കാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെ പഴയ ഫോർമുലയിൽ കാര്യങ്ങൾ പോകട്ടെ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നിലപാട്. പക്ഷേ ലീഗിനെ എങ്ങനെ അനുനയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഇതിനോടകം തന്നെ ഒരു തീരുമാനവുമായിട്ടില്ല. അതിനിടയിലാണ് അവരുടെ മറ്റ് ഘടകകക്ഷികൾ, പ്രത്യേകിച്ച് RSP ആണെങ്കിലും കേരള കോൺഗ്രസ് ഫ്രാൻസിസ് ജോർജ് വിഭാഗമാണെങ്കിലും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സജീവ രാഷ്ട്രീയ പ്രചരണങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥി പട്ടിക ഉടനുണ്ടാകും. അവരുടെ മുൻ നേതാക്കൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അവരുടെ MP ആയിട്ടുണ്ടായിരുന്ന ശശി തരൂർ, അതേപോലെ തന്നെ കൊല്ലത്തൊരു അപ്രതീക്ഷിത നീക്കമടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് ഉണ്ടാകില്ല. കാരണം NK പ്രേമേന്ദ്രനുള്ള പേരിലേക്ക് തന്നെ ഇതിനോടകം തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. മറ്റു മണ്ഡലങ്ങളിലും അതേ രീതിയിൽ തന്നെയാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി അതൊരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതായിട്ടുണ്ട്. അത് മാത്രമാണ് ഇനി അവശേഷിക്കുന്ന അക്കാര്യത്തിലെ ഒരു നിർണായക നീക്കം. BJPയെ സംബന്ധിച്ച് അവർ സ്റ്റാർ ക്ലാസ് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും അവരുടെ പ്രവർത്തനം. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ എന്നുള്ള പേര് ഇപ്പോൾ സജീവമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഉറപ്പിച്ചിട്ടുണ്ട്. കൊല്ലത്തായിരിക്കും കുമ്മനം എന്നുള്ളൊരു ട്വിസ്റ്റ് ഉണ്ട്. പത്തനംതിട്ടയിൽ PC ജോർജ് തന്നെയായിരിക്കും. പത്തനംതിട്ടയിൽ PC ജോർജ് സ്വാഭാവികമായും ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയതിന് പിന്നാലെയാണ് പത്തനംതിട്ടയിൽ നിന്ന് കുമ്മനം കൊല്ലത്തേക്ക് വരുന്നത്. അങ്ങനെ സജീവമാണ് മുന്നണികൾ. CPM 27-ാം തീയതി അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. CPIയെ സംബന്ധിച്ചും സ്വാഭാവികമായും വയനാട്ടിൽ ആനിരാജ് എത്തുമോ, തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ ആകുമോ എന്നുള്ളതാണ് ആകാംക്ഷ. മറ്റ് 2 സീറ്റുകളിലും തീരുമാനമായിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വലിയ മാറ്റങ്ങൾ ഉണ്ടാകില്ല. അങ്ങനെ സജീവമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഗോദ. എസ്കെ. ഓക്കെ, താങ്ക് യു ഷഫീദ് റാവുത്തർ.